ഹലോ ഗായ്സ്, ഇന്നൊരു കുട്ടി വ്ളോഗാണ്. വേറൊന്നുമല്ല, 2 കൊല കൊടുക്കാണ്ട്, കുറച്ച് മുളക് കൊടുക്കാണ്ട്, പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ ആയിട്ട് അപ്പോൾ കാണാം. ഇവിടെ ഏട്ടായി അച്ഛനും കൂടെ വാഴക്കൊല വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ. നേരിട്ട് പോയി കയറ്റി കഴിഞ്ഞാൽ അതിൽ മൊത്തം കറയാവുമെന്ന് എഴുതിയിട്ട് ചാക്കൊക്കെ ഇട്ട് അതിനകത്ത് വാഴക്കൊല സെറ്റ് ചെയ്യാനുള്ളതാണ്. വാഴക്കൊലയൊക്കെ നമ്മൾ റെഡിയാക്കി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ മുളകും എല്ലാം വാഴക്കൊലയൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ട് പോവുക കേട്ടോ ഒരു കടയിലോട്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളൊരു കടയുടെ ഫ്രണ്ടിൽ വന്ന് നിർത്തിയേക്കുക. അവർക്ക് ചോദിച്ചിട്ട് വേണോ വേണ്ടേ എന്നുള്ള കാര്യം അവർ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊല ഇവിടെ വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരെണ്ണം ഉണ്ട്, അത് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ കൊടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഒരെണ്ണം ഇവിടെ സെയിലായിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല്ലം നമ്മൾ കൊടുത്തു കേട്ടോ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ടാസ്ക് 1. ഒരെണ്ണം കൊടുത്ത് ഇനി ഒരു കൊല്ലം കൂടെ ഉള്ളു. അത് എൻ്റെ അതും കൊടുക്കുക. വീട്ടില് ചേച്ചിയൊക്കെ നട്ടോളത്ത് ചെയ്യുന്ന മുളകുണ്ട്, പച്ചമുളക്, അതും കൂടെ ഒരു കടയിൽ കൊടുക്കുക. അയ്യോ, അതിനാരും മറന്നുപോയി, അതും കൂടെ കൊടുക്കണം. അടുത്ത ടാസ്ക് മുളകാണ് കേട്ടോ. മുളക് ചീറ്റി പോയി. മുളക് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. അയ്യോ, അവരെടുത്തില്ല ഗൈസ്, മഴ ആയതുകൊണ്ട് അവർക്ക് വേണ്ട. അതൊരു മോര് കടയാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ മോര് കുടിക്കാനൊന്നും ആരും ഇല്ലാത്തോണ്ടായിരിക്കാം. ഇത്തവണ സത്യം പറഞ്ഞാൽ മഴ ഇതെല്ലാം പോയി കേട്ടോ, ഒത്തിരി നഷ്ടത്തിലായിരുന്നു. അപ്പൊ ഇതാണ് എൻ്റെ നാട്. എൻ്റെ നാടെന്നൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ രണ്ടുപേരുടെ നാട് ഇത് തന്നെയാണ് കേട്ടോ. ചിതറ, കടയ്ക്കൽ, ഇത്ര ഇത് തന്നെ നമ്മുടെ രണ്ടുപേർക്കുള്ള. നമ്മളെ വലിയ ദൂരമൊന്നുമില്ല, നമ്മൾ രണ്ടുപേരെ വീട് വെച്ചിട്ട് ഒരു 2-3 കിലോമീറ്റർ അത്രേ വരത്തുള്ളൂ. 4 കിലോമീറ്റർ. എന്നാ ഒരു 4 കിലോമീറ്റർ അത്രേ ഉള്ളൂ, അത്ര വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ഇത് എൻ്റെ നാട്, അത് കുട്ടൻ്റെ നാട് അങ്ങനെയൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു നാടേ ഉള്ളൂ. അതാണിത്. കടയിലോട്ട് എത്തി കേട്ടോ. അയ്യോ, അല്ലല്ല, കട തുറന്നിട്ടുണ്ട്. ഞാൻ കരുതി കട അടച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഇതാണ് കേട്ടോ കട. അങ്ങനെ നമ്മള് മുളകും കൊടുത്തു, രണ്ട് കൊലയും അമ്മക്കുള്ള മുളകും. നമ്മള് വീട്ടിലോട്ട് പോകും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എന്റെ സ്വന്തം വീട്. ഇവിടെ കല്യാണമാണോ തോന്നുന്നു കേട്ടോ. ഇവിടെ പോലീസ് ഇതാ ഞങ്ങളുടെ വീട് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കൊടുത്തിട്ട് ഇതിന്റെ ബേക്കിൽ വേറെ വീട് വെച്ചിട്ടുണ്ട്. ഈ വഴിയുണ്ട്, പച്ചപ്പ് കണ്ടോ. മഴ പെയ്ത് ഫുള്ള് കാടായി, 2 സൈഡും കാടും വീടായി കിടക്കുന്നുണ്ട്. അങ്ങനെയും പറയും. ഓ, ഇങ്ങനെ പോകുമ്പോ എന്റെ അമ്മ അവിടെ ചിരിച്ചോണ്ട് നിൽപ്പുണ്ടായിരിക്കും ചിലപ്പോ. ആരുമില്ല വീട്ടിൽ, ആരുമില്ല. ഞാൻ വിളിച്ചു നോക്കട്ടെ എൻ്റെ അമ്മേനെ. ഭയങ്കര കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ആരുമില്ല, വീടടച്ചിട്ടേക്കുന്നു. ആരുമില്ലാതെ വീട് മാത്രം. അങ്ങനെയൊന്നുമല്ല, നമുക്ക് അമ്പലത്തിക്ക് പോയതാണ്. നീ അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. അപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ കടക്കിലോട്ട് പോകുവാണ്. കുറച്ച് പർച്ചേസിങ് ഉണ്ട്. പർച്ചേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പൊങ്കാലയൊക്കെ ആവാറായി. അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. അതിന് വേണ്ടി കുറച്ച് ഡ്രസ്സല്ല, ഒരു ഡ്രസ്സ്, ഒരു സാരി വാങ്ങണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ സാരി എടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ അറ്റ്ലസിലാണ് പോവാൻ പ്ലാൻ ചെയ്ത്. നമ്മളെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വണ്ടി അങ്ങോട്ട് തിരിയുന്നതാണ് കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും വണ്ടി ഇടാൻ സ്ഥലം കാണത്തില്ല കേട്ടോ. സ്ഥലമുണ്ട് ഗൈസ്. അവിടെ ഇട്ടോളാൻ പറഞ്ഞു ആങ്കിള്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സാരി എടുക്കാനായിട്ട് കയറി കേട്ടോ. 2ാമത്തെ നിലയിലായിരുന്നു സാരി സെക്ഷൻസൊക്കെ. ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് വേറൊന്നുമല്ല, ആരുമില്ലായിരുന്നു ആ സെക്ഷനിൽ വന്ന് നോക്കാനായിട്ടൊന്നും. അവസാനം ഞാനൊരു ചേച്ചീനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. ആ ചേച്ചീനെ കൊണ്ട് ഓരോന്നായിട്ട് ഞാൻ നുള്ളിപ്പറക്കുകയാണ്. അവിടെ ഇരുന്നതെല്ലാം ഞാൻ ഒരുവിധം നുള്ളിപ്പറക്കി ഇട്ട്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ ശരിക്കും സെറ്റ് മുണ്ടും എടുക്കണമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇവിടുന്ന് പോയത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരെണ്ണം കിട്ടാത്തതുകൊണ്ട് സാരിയായി. അങ്ങനെയാണ് സാരിയിലേക്ക് വന്നത്.
ഇതെല്ലാം വാരി ഇടുന്നുണ്ടെങ്കിലും ഞാൻ സത്യത്തിൽ ആദ്യം ഇട്ട ഒരു സാരിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ അത് തന്നെ എടുത്തുകൊണ്ട് വരികയും ചെയ്തു. എന്നാലും ആ ചേച്ചീനെ കൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ സാരിയും ഞാൻ ഇട്ടായിരുന്നു. ഈ സാരി ടിഷ്യൂ മോഡലായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ പ്രിൻറ്റിങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. അങ്ങനെ ഒരു 7-8 സാരി എടുക്കുന്നുണ്ട് ആ ചേച്ചി കാര്യമായിട്ട്. ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ, ഏതെടുക്കണം എന്ന് പറഞ്ഞ്. ഇത് കുട്ടൂൻ്റെ സെലക്ഷനായിരുന്നു കേട്ടോ, ഈ പിങ്ക് കളർ എടുക്കാനായിട്ട് പറഞ്ഞത്. പക്ഷെ എനിക്കത് കവറിലൂടെ ഇരുന്നപ്പോൾ നല്ല രസമായിട്ട് തോന്നി. പക്ഷെ കവറിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് എന്തോ ആ കളറിനോട് വലിയ താല്പര്യം തോന്നിയില്ല. ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്ന കളർ പോലെ തോന്നി. അവസാനം ഞാൻ ആദ്യം എടുത്ത ഈ സാരി തന്നെ എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടില്ലായിരിക്കും, എൻ്റെ ഒരു പ്രത്യേക ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാരിയൊക്കെ മേടിച്ച് താഴോട്ട് പോകും കേട്ടോ. അയ്യോ ഞാൻ താഴാം. അങ്ങനെ അവർക്ക് സാരി വാങ്ങി ഞാൻ ഭയങ്കര ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് വാങ്ങി. പിന്നെ നമ്മൾ സാരിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇനി നേരെ വീട്ടിൽ പോകണം. ശരിക്കും എനിക്ക് ആ സാരി ഇഷ്ടപ്പെട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടെ നല്ല വെറൈറ്റി ഒരു സെറ്റ് മുണ്ട് എടുക്കാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ കിട്ടിയില്ല. ഞാൻ കിട്ടാത്ത വിഷമത്തിൽ സാരിയോ കിട്ടിയില്ല. അപ്പം ഞാൻ കരുഞ്ഞു എനിക്കെന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ തന്നെ ഒരു ബേക്കറിയിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനൊക്കെ ഇട്ട്. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ബർഗർ വാങ്ങി തന്നാൽ മതി, ബർഗറും ലൈമും മതി എന്ന് പറഞ്ഞിങ്ങനെ ചർച്ചയ്ക്കൊടുവിൽ കിട്ടി. ഒരാൾ ഷവർമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൽ കൂട്ടു ഷവർമ്മ എന്ന് പറയുന്നെങ്കിൽ ഞാൻ മേടിച്ച ബർഗറായിരുന്നു കേട്ടോ. മാറിപ്പോയതായിരുന്നു. ഷവർമ്മ എന്ന് ഉദ്ദേശിച്ചതല്ല, ബർഗറായിരുന്നു. ബർഗർ ഷവർമ്മ അങ്ങനെ ഒരു സാധനം. പുതിയ ഐറ്റം ആണെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക. എനിക്ക് വിശന്നിട്ട് വയ്യ. അവർ കൊണ്ട് തന്നിരുന്നെങ്കിൽ തിന്നാലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. പിന്നെ ഞാൻ ഉദ്ദേശിച്ച സാരി കിട്ടാത്തതിൻ്റെ സങ്കടം എല്ലാം കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ കൊണ്ടു തന്നു. ഇത് എവിടെ തിന്നണം, എവിടെ തുടങ്ങണമെന്ന് അറിയാൻ വയ്യ. ശരിക്കും അതെൻ്റെ വായിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എവിടെ കടിക്കട്ടെ എന്നുള്ളതിൽ അവസാനം ഞാൻ ഫൈനലായിട്ട് അതിലൊരു കടി അടിച്ചു. സംഭവം കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അകത്ത് ചീസൊക്കെ വെച്ചിട്ട് കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു, നൈസായിരുന്നു. ഇത്രയും നേരം ഞാൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ കുറ്റം പറഞ്ഞാളാണ് ഈ കഴിച്ച് അവിടെ എല്ലാം വാരി വലിച്ചു വരിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക കേട്ടോ. ഒത്തിരി ലേറ്റായി നമ്മൾ വീട്ടിലെത്തിയപ്പം ഏകദേശം 9:30 മണിയായിട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഭയങ്കരമായിട്ടുള്ള ക്ഷീണമുണ്ട്. എനിക്ക് കിടന്നാൽ മതി, കിടന്നു വേണ്ട, കിടന്നാൽ മാത്രം മതി. അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗുകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായും നമുക്ക് വേണം, എങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ.